പുരാവസ്തു ബിസിനസ്സിൽ ദമ്പതികളെ പങ്കാളികളാക്കാമെന്ന് പറഞ്ഞ് 85 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മോൻസൺ മാവുങ്കലിനെ കസ്റ്റഡിയിലെടുത്തു. കോട്ടയം വാകത്താനം പോലീസാണ് മാവുങ്കലിനെ കസ്റ്റഡിയിലെടുത്തത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പ ചേരുന്നുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വാകത്താനം സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ പരാതിയിന്മേലാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നിരുന്നത്. ഈ അന്വേഷണത്തിൽ ഇവരുടെ കയ്യിൽ നിന്ന് 85 ലക്ഷം രൂപ തട്ടിയെടുത്തതായി വ്യക്തമായിരുന്നു. ഇതിൽ 22 ലക്ഷം രൂപ ഇവരുടെ പങ്കാളി, അതായത് മോൻസൺ മാവുങ്കലിന്റെ മുൻ PA ആയിട്ടുള്ള വ്യക്തിയുടെ അക്കൗണ്ടിലേക്കൊക്കെ എത്തിയതായി ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയിൽ ലഭ്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിനും മറ്റുമായി വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മോൻസൺ മാവുങ്കലിനെ വാകത്താനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഇനി മറ്റു നടപടികൾ, ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിയിലേക്ക് വാകത്താനം പോലീസ് കടക്കും. മോൻസനെതിരെ ഇപ്പോൾ നിലവിലുള്ള കേസുകളിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്, അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വിവരം ലഭ്യമാകുന്നത്. കഴിഞ്ഞ മാസമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻ മാനേജർ നിധി കുര്യനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഒപ്പം തന്നെ തൃശൂർ സ്വദേശി ജോഷി എന്നിവരെയും ഇങ്ങനെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റഡിയിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കും. കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.